ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ അച്ചാറാണ് തയ്യാറാക്കുന്നത്, റംബൂട്ടാൻ്റെ അച്ചാർ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1.25 കിലോ റംബൂട്ടാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നമുക്ക് ഈ ഫ്രൂട്ട് മാത്രമായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അച്ചാറിന് വേണ്ടുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, കായ എന്നിവയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 300-350 ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ളതും 2.5 ടേബിൾ സ്പൂൺ എരിവില്ലാത്തതുമാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കായം പൊടിച്ചതാണ്, കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ റംബൂട്ടാനാണ് ചേർത്ത് കൊടുക്കുന്നത്. റംബൂട്ടാനോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ടിത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ചില്ലുഭരണിയിൽ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പും എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.